നമസ്കാരം. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മുടെ രാജ്യത്തുള്ള സ്ത്രീകളും പുരുഷന്മാരും ഒരേപോലെ ബഹുമാനത്തോടു കൂടിയിട്ട് നോക്കിക്കണ്ട രണ്ട് വ്യക്തികളുണ്ട്, രണ്ട് മുഖങ്ങളുണ്ട്. ഒരാൾ കേണൽ സോഫിയ ഖുറേഷിയും മറ്റേയാൾ വിംഗ് കമാൻഡർ വ്യോമിക സിംഗും. രണ്ടുപേരും എയർഫോഴ്സിലെയും ആർമിയിലെയും ഹൈ റാങ്കിംഗ് പൊസിഷൻ വഹിക്കുന്ന സീനിയർ ഓഫീസേഴ്സ്. അവരെ കണ്ടപ്പോൾ നമ്മുടെ രാജ്യത്തുള്ള സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരേ വികാരമാണ് തോന്നിയത്. ഇൻസ്പിറേഷനാണ് തോന്നിയത്, മോട്ടിവേഷനാണ് തോന്നിയത്, ബഹുമാനമാണ് തോന്നിയത്. നമ്മളുടെ എല്ലാവരുടെയും ഉള്ളിൽ സന്തോഷം തോന്നി. നമ്മുടെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി എടുത്ത ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു അവരെ വെച്ച് ബ്രീഫ് ചെയ്യിപ്പിക്കുക എന്ന് പറയുന്നത്. നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചും നമ്മുടെ ആർമി നടത്തിയ പ്രത്യാക്രമണത്തെക്കുറിച്ചും ഒക്കെ തന്നെ നാഷണൽ മീഡിയാസിനോടും ഇന്റർനാഷണൽ മീഡിയാസിനോടും നമ്മുടെ രാജ്യത്തുള്ള ഓരോ ജനങ്ങളോടും അവരാണ് ഉത്തരം പറഞ്ഞത്, അവരാണ് അതൊക്കെ ബ്രീഫ് ചെയ്തത്. നമ്മുടെ നാട്ടിൽ കയറി വന്ന് ഇവിടെയുള്ള 26 ജീവനുകൾ കവർന്ന വൃത്തികെട്ടവന്മാർ, അവന്മാരുടെ ലക്ഷ്യം എന്തായിരുന്നു? മതം പറഞ്ഞ് ഈ നാട്ടിലുള്ള ജനങ്ങളെ തമ്മിൽ തെറ്റിക്കുക. ആ വൃത്തികെട്ടവന്മാര് ഈ നാട്ടിലെ സ്ത്രീകളോട് പറഞ്ഞു, പോയി നിങ്ങളുടെ പ്രൈം മിനിസ്റ്ററോട് പറ, പോയി മോദിയോട് പറ. അപ്പോ നമ്മുടെ പ്രൈം മിനിസ്റ്റർ, നമ്മുടെ ലീഡേഴ്സ് അവർക്ക് ഉത്തരം കൊടുത്തപ്പോൾ ആരെ മുൻനിർത്തിയാണ് ഉത്തരം കൊടുത്തത്? 2 സ്ത്രീകളെ മുൻനിർത്തി. അവർ സാധാരണ സ്ത്രീകളല്ല, അവർ ഓഫീസേഴ്സ് ആണ്. ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്ന സ്ത്രീകൾ. അവർക്കൊക്കെ കുടുംബമുണ്ട്, കുട്ടികളുണ്ട്. മറ്റെന്തിനേക്കാട്ടിലും ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന, ഈ രാജ്യത്തിന് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്ന 2 ഓഫീസേഴ്സ്. അവരെ നമുക്ക് അങ്ങനെ കാണാൻ പറ്റൂ. നമ്മൾ ഒരിക്കലും അവരുടെ മതം നോക്കിയില്ല, അവരുടെ ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നും നോക്കിയില്ല, അവരുടെ നിറം നോക്കിയില്ല, ഒന്നും നോക്കിയില്ല. അവർ സ്ത്രീയാണെന്ന് പോലും നോക്കിയില്ല. നമ്മൾ അവരുടെ റാങ്ക് ആണ് നോക്കിയത്. ആ റാങ്ക് കണ്ടപ്പോൾ ഈ നാട്ടിലുള്ള ഓരോ സ്ത്രീകൾക്കും ഇൻസ്പിറേഷൻ തോന്നി. ഇതാണ് യഥാർത്ഥ വുമൺ എംപവർമെന്റ്, സ്ത്രീ ശാക്തീകരണത്തിന്റെ ഉത്തമ ഉദാഹരണം. സ്ത്രീകളെ വെച്ച് തന്നെ മറുപടി പറയുക. ശരിക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു സമയത്ത് നമ്മുടെ പ്രൈം മിനിസ്റ്ററും നമ്മുടെ ലീഡേഴ്സും എടുത്ത ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ തന്നെയാണത്. അപ്പോൾ അവരെ കുറിച്ച് മോശം പറയുക, അവരെ അപമാനിക്കുക എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യമല്ലേ? അവരുടെ മതം നോക്കി അവരെ അവഗണിക്കുക എന്ന് പറയുന്നത് ഈ രാജ്യത്തെ അപമാനിക്കുന്നതിന് തുല്യമാണ്, ഈ രാജ്യത്തെ അവഗണിക്കുന്നതിന് തുല്യമാണ്. അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അവരെ ഒരു കാരണവശാലും വെറുതെ വിടാൻ പാടില്ല. എന്നാൽ ഈ സമയത്ത് ഒരു BJP MLA, ഒരു പൊളിറ്റീഷ്യൻ, ഒരു രാഷ്ട്രീയക്കാരൻ, അയാൾ കുറേ വർഷമായിട്ട് രാഷ്ട്രീയത്തിലുള്ളതാണ്, ഒരുപാട് തവണ MLA ആയിട്ട് ഇരുന്നിട്ടുള്ള വ്യക്തിയാണ്. ആ വ്യക്തി പബ്ലിക്കിന്റെ മുമ്പിൽ വന്ന് വേറെ ആരെയുമല്ല പറഞ്ഞ് കേണൽ സോഫിയ ഖുറേഷിയെ മാത്രം, അവരെ മാത്രം മെൻഷൻ ചെയ്ത് സംസാരിക്കുകയാണ്. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അവരുടെ മതം. അവിടെ അയാളുടെ വിഷയം അവരുടെ മതമാണ്. അയാൾ പറഞ്ഞത് സിസ്റ്റർ ഓഫ് ദെയർ കമ്മ്യൂണിറ്റി, അതായത് നമ്മുടെ നാട്ടിൽ വന്ന വൃത്തികെട്ടവന്മാരുടെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ഒരു സഹോദരിയെയും കൊണ്ട് തന്നെ നമ്മൾ മറുപടി പറയിച്ചു. ഇങ്ങനെയാണ് അയാൾ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞതിലൂടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കേണൽ സോഫിയ ഖുറേഷിയെ മാത്രമാണോ അയാൾ അപമാനിച്ചത്? അല്ല, ഈ രാജ്യത്തുള്ള സ്ത്രീകളെ മുഴുവനാണ് അപമാനിച്ചത്, ഈ രാജ്യത്തെ തന്നെയാണ് അപമാനിച്ചത്. ഇത്തരം പൊളിറ്റീഷ്യന്മാരാണ് നമ്മുടെ നാടിന്റെ ആപത്ത്. നമ്മുടെ നാട്ടിലെ ഏറ്റവും വൃത്തികെട്ട പ്രവർത്തികൾ ചെയ്യുന്നത് ഇത്തരം പൊളിറ്റീഷ്യന്മാരാണ്. ഇവര് കാരണമാണ് നമ്മുടെ നാട് ഇപ്പോഴും പുരോഗതിയിലേക്ക് എത്താത്തത്. ഇതുപോലെയുള്ള വൃത്തികെട്ട മനസ്സിനുടമകളായിട്ടുള്ളവർക്ക് പൊളിറ്റിക്സിൽ ഇരിക്കാൻ ഒരു യോഗ്യതയില്ല. അയാൾ ഇപ്പോൾ ഒരു MLA ആണ്, സിറ്റിംഗ് MLA ആണ്. പ്രധാനപ്പെട്ട വകുപ്പുകളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നു, ട്രൈബൽ വകുപ്പൊക്കെ അയാൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്, മധ്യപ്രദേശിലെ MLA ആണ്. അപ്പം ഇവന്റെ ആ പൊസിഷൻ തന്നെ റിമൂവ് ചെയ്യണം. അയാളെ എനിക്ക് ബഹുമാനിക്കാൻ തോന്നുന്നില്ല. അയാൾ ഒരു രാഷ്ട്രീയക്കാരനായിരിക്കാം, അയാളെ എനിക്ക് ബഹുമാനിക്കാൻ തോന്നുന്നില്ല. അയാളുടെ പൊളിറ്റിക്സ് ഏതുമായിക്കോട്ടെ, അയാളുടെ രാഷ്ട്രീയ പാർട്ടി ഏതുമായിക്കോട്ടെ, അയാളുടെ മതം ഏതുമായിക്കോട്ടെ, രാഷ്ട്രീയം ഏതുമായിക്കോട്ടെ, അതൊന്നും ഇവിടെ വിഷയമല്ല. അയാൾ ചെയ്തത് തെറ്റാണ്. ഇയാൾ ഇന്നും ഇന്നലെയും തുടങ്ങിയ പരിപാടിയൊന്നുമല്ല, ഇതിനു മുമ്പും ഇയാൾ ഈ പരിപാടി കാണിച്ചിട്ടുണ്ട്. സ്ത്രീകളെ അപമാനിക്കുക എന്ന് പറയുന്നത് അയാളുടെ സ്ഥിരം പരിപാടിയാണ്. 2013 ഇതേ കാരണത്താൽ തന്നെ ഇയാൾക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതും അന്ന് ഉണ്ടായിരുന്ന ഒരു CM, ആ CMന്റെ വൈഫിനെ കുറിച്ച് അനാവശ്യം പറഞ്ഞു എന്നതിന്റെ പേരിലാണ് അന്ന് അയാൾക്ക് റിസൈൻ ചെയ്യേണ്ടി വന്നത്. ഇന്നും അയാൾ റിസൈൻ ചെയ്യണം. അയാളെ അയാളുടെ പൊസിഷനിൽ നിന്ന് തന്നെ നീക്കണം. അയാൾക്കൊരിക്കലും ആ പൊസിഷനിൽ ഇരിക്കാനുള്ള ഒരു യോഗ്യതയുമില്ല. ഇനി അയാൾക്ക് രാഷ്ട്രീയത്തിലിരിക്കാൻ പോലും യോഗ്യതയില്ല. ഇലക്ഷനിൽ മത്സരിക്കാൻ പോലും സമ്മതിക്കാൻ പാടില്ല. തോന്നിവാസമല്ലേ കാണിച്ചത്? ഇവിടെ മതം നോക്കി എന്തിനാണ് ഇമാതിരി വിലയിരുത്തലുകളൊക്കെ നടത്തുന്നത്? അവർ വർഷങ്ങളായിട്ട് ആർമിയിൽ സേവനം ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ അച്ഛനും അമ്മയും ഒക്കെ ഇതേ പാതയിലായിരുന്നു. അച്ഛൻ്റെ അമ്മയുടെയും പാത പിന്തുടർന്ന് രാജ്യത്തിന്റെ സേവനത്തിന് വേണ്ടിയിട്ട് ഇറങ്ങി തിരിച്ചൊരു സ്ത്രീ. അവരുടെ പൊസിഷൻ എവിടെ ഇരിക്കുന്നു? ഈ രാഷ്ട്രീയക്കാരന്റെ പൊസിഷൻ എവിടെ ഇരിക്കുന്നു? അയാളൊക്കെ ഒരുപാട് ലോ ലെവലിലാണ്, അവരൊക്കെ ഒത്തിരി ഹൈ ലെവലിലാണ് ഇരിക്കുന്നത്.
അവർക്കൊക്കെയുള്ള മഹത്വം ഇവർക്കൊന്നും ഇല്ല. അതെന്താണ് ഇവർ തിരിച്ചറിയാത്തത്? അവരെക്കുറിച്ച് ഒരു അഭിപ്രായം പറയാൻ പോലും നമ്മൾക്കാർക്കും യോഗ്യതയില്ല. ഇപ്പൊ രാഷ്ട്രീയക്കാരെ കുറിച്ച് നമുക്ക് പറയാം, രാഷ്ട്രീയക്കാരെ നമുക്ക് വിമർശിക്കാം. പക്ഷേ രാജ്യത്തിന് വേണ്ടിയിട്ട് സേവനം ചെയ്യുന്ന പട്ടാളക്കാരെ കുറിച്ച് അവരെ വിമർശിക്കാനോ അവരെക്കുറിച്ച് അഭിപ്രായം പറയാനോ പോലും സാധാരണ ഒരു വ്യക്തിക്ക് യോഗ്യതയില്ല. ഈവൻ നമ്മുടെ പ്രൈം മിനിസ്റ്റർ പോലും പറയത്തില്ല. നമ്മുടെ രാജ്യത്തിന്റെ ടോപ്പിലിരിക്കുന്ന ആൾക്കാരാണ് പ്രൈം മിനിസ്റ്ററും പ്രസിഡന്റും ലീഡേഴ്സും. അവർക്ക് പോലും അങ്ങനെ വിമർശിക്കാൻ പറ്റത്തില്ല ഒരു പട്ടാളക്കാരനെ. അങ്ങനെ വിമർശിച്ചു കഴിഞ്ഞാൽ അത് തെറ്റാണ്. അവരുടെയൊക്കെ പൊസിഷനെക്കാട്ടിലും ഒക്കെ ഒത്തിരി ഉയരെയാണ് അവരുടെ സ്ഥാനം, പട്ടാളക്കാരുടെ സ്ഥാനം. ഈ രാജ്യത്തുള്ള സ്ത്രീകളുടെ സിന്ദൂരം മായ്ച്ചവന്മാർക്ക് മറുപടി കൊടുത്തത് സ്ത്രീകളിലൂടെ. എത്ര മഹത്വപരമായിട്ടുള്ള കാര്യമാണ് നമ്മുടെ രാജ്യം ചെയ്തത്. 2 സ്ത്രീകളെയാണ് അതിന് മുഖമായിട്ട് നിർത്തിയത്, ഉത്തരമായിട്ട് നിർത്തിയത്. നമുക്ക് എല്ലാവർക്കും സന്തോഷം തോന്നി. അത് കണ്ടപ്പോൾ നമുക്ക് ബഹുമാനം തോന്നി. ഇവരുടെ 2 പേരുടെ ഇമേജ് സോഷ്യൽ മീഡിയയിൽ മുഴുവനായിട്ട് ചെന്നു. ഓരോ സ്ത്രീയും വിചാരിച്ചു അവരുടെ പൊസിഷനിൽ ഞങ്ങളായിരുന്നെങ്കിലെന്ന്. അങ്ങനെ എത്ര സ്ത്രീകൾക്കാണ് അവർ ഇൻസ്പിറേഷൻ ആയത്. അവരെ കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നാട്ടിലുള്ള സ്ത്രീകൾ സഹിക്കത്തില്ല. അത് ഈ നാട്ടിലുള്ള എല്ലാ സ്ത്രീകളെയും കുറ്റം പറഞ്ഞതിന് തുല്യമാണ്. ഈ നാടിനെ തന്നെ അപമാനിച്ചതിന് തുല്യമാണ്. അയാളോട് ഒരിക്കലും ക്ഷമിക്കാൻ പറ്റത്തില്ല. അയാൾക്ക് ശിക്ഷ കിട്ടണം. അയാളെ ആ പൊസിഷനിൽ നിന്ന് തന്നെ റിമൂവ് ചെയ്യണം. അതാണ് നമുക്ക് വേണ്ടത്.